ലോങ് വീഡിയോയിൽ പറയാൻ കുറേ കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ എവിടെ എത്തിയെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നു, ഇപ്പം ചെന്നൈയിലെത്തി. അല്ല സോറി, മാറിപ്പോയി. ഇന്നലെ ഞാൻ എന്തോ പറയണ്ടായിരുന്നു, ബാംഗ്ലൂർ ടു ചെന്നൈന്നോ ചെന്നൈ ടു കൊച്ചി എന്നൊക്കെ പറയേണ്ടതിന് മദ്രാസ് ടു ചെന്നൈ എന്നൊക്കെ പറഞ്ഞു. അതായത് ബ്രെയിൻ ഫോഗ് ഉണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് എവിടെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാളെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം കുറച്ച് ബിസിയൊക്കെയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. പക്ഷേ എൻ്റെ മനസ്സിൽ ചിലതൊക്കെ പറയാൻ പറ്റാതെ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് പറയട്ടെ, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ചേച്ചി ലോങ് വീഡിയോയിൽ പറയുമെന്ന്. പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി പരാമർശിക്കേണ്ടി വരുമ്പോൾ എന്നെ ദ്രോഹിച്ചവരെ പറ്റിയും എന്നോട് മോശമായിട്ട് പെരുമാറുന്നവരെ പറ്റിയൊക്കെ ഞാൻ പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ചിലതൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവോയ്ഡ് ചെയ്യുന്നത്, പറയാതെ ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് പറയാനായിട്ട്. പിന്നെ ഞാൻ വിചാരിക്കും പിന്നെയും നമ്മൾ ഈ കാക്കക്കൂട്ടിൽ കല്ലെടുത്തിടുന്ന പോലെയാകും ഇത്. എത്ര പറഞ്ഞാലും നമ്മൾ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മമാണെന്ന് വിചാരിച്ചാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ മറ്റുള്ളവർക്ക് കർമ്മമില്ലേന്ന് ചോദിച്ചാൽ നമുക്ക് കൈമലർത്താനേ പറ്റുള്ളൂ. നമ്മൾ നല്ലൊരു സോളായിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നമുക്ക്. അമ്മയുടെ ചുമ കേട്ടോ, ഭയങ്കരമായിട്ട് ചുമയുണ്ട് അമ്മയ്ക്ക്. കർക്കിടകം 1 ഇന്ന്. അമ്മയ്ക്ക് തണുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പറ്റില്ല. തണുപ്പ് കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിലൊക്കെ ഇത് ചെരുപ്പിട്ട് നടക്കും ഇതിനകത്ത്. പിന്നെ ഇത് സ്വെറ്റർ ഇടും. ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കുണ്ടല്ലോ ഒരു സ്ഥലമില്ല കുട്ടികളെ. ഞാൻ ഈ റൂം ഓഫ് വൺ സോൺ എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ച് ഞാൻ നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ കൂട്ടുകാരെ ചേച്ചിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി എടുത്താൽ മതി. തുറന്ന് ചിലതെല്ലാം പറയാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം അഹാനയും അമ്മൂമ്മയും തമ്മിലുള്ള പ്രശ്നം. ആ അമ്മൂമ്മയെ ഇവർ ഒരുപാട് നല്ലപോലെ കൊണ്ടു നടക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. എവിടേക്കോ പോയിട്ട് സ്റ്റേക്കേഷന് പോകുന്നു, പിന്നെ അമ്മൂമ്മയെ ഫോറിൻ ട്രിപ്പ് കൊണ്ടുപോകുന്നു അപ്പൂപ്പനൊക്കെ ഉള്ളപ്പം ദേ ഹാവ് ഡൺ ദെയർ ഡ്യൂട്ടീസ് അല്ലേ. പക്ഷേ അവർക്ക് ഈ അമ്മൂമ്മ ആ പ്രായാധിക്യം കൊണ്ട് ഈ അഹാനയെ കുത്തുന്നോയിപ്പിക്കുമ്പം അവർ പ്രതികരിച്ചു പോകുന്നു. അവരുടെ ആ വയസ്സിൻ്റെ ഇതിൽ അവർ പ്രതികരിച്ചു പോകുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. മനുഷ്യരാണ്, നമ്മൾ പ്രതികരിച്ചു പോകും. നമുക്കിതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ആരെന്ത് കാണിച്ചാലും വഴി തനി വഴി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോവും കേട്ടോ. അതാണ് എൻ്റെ ഒരു രീതി. ഇതിൽ 1-2 പേർക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്, എന്നെ കേൾക്കുന്നവർക്ക്. അതെന്താണെന്ന് ഞാൻ പറയാട്ടോ, അതിനാണ് ഞാൻ വന്നത്. നോക്കൂ, ഞാൻ സിംഗിളിൻ്റെ കൂടെയാണ് എപ്പോഴും. ഞാൻ എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഞാൻ സിംഗിളിൻ്റെ കൂടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് ഞാൻ പോവാം. സിംഗിളിൻ്റെതായ ബിസിനസ് രീതികളുണ്ടാകും അല്ലേ, അതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോൺ നമ്പർ അങ്ങനെ കൊടുക്കരുതെന്ന്. സിംഗിളിന് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന കാണുമ്പം എല്ലാവർക്കും ഓരോരോ ചിലർക്കൊക്കെ വളരെ പ്രശ്നത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. നിയമത്തിൻ്റെ ഉപദേശം ആവശ്യമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാനായിട്ട് ഉള്ള സമയം സിംഗിളിനും കാണത്തില്ല അല്ലെ. അതായത് അവരുടെ പ്രോബ്ലം കേട്ടിട്ട് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലും അതിന് മാത്രം സമയമില്ല കേൾക്കാനായിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് പറയും, മോളെ അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും, എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, അവർക്ക് ഒന്ന് പറയുമെന്ന് സിംഗിൾ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഒരാൾക്ക് എൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പേഴ്സണലി നമ്പർ കൊടുത്തപ്പോൾ എനിക്ക് പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. വെറുതെ ഫോളോവേഴ്സും പോകും, നമ്മൾ ചീത്തപ്പേരും കേൾക്കും, നമ്മളോടുള്ള സ്നേഹം ആളുകൾക്ക് ഇല്ലാതെയാകുകയും ചെയ്യും. നിങ്ങൾ കാത് തുറന്ന് കേൾക്കണം കേട്ടോ. എൻ്റെ പ്രൊഫഷൻ ഞാൻ വിട്ടത്, അതായത് ഞാനിത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അരവിന്ദിൻ്റെ കൂടെ താമസിക്കാൻ പോയതാണ്. ഞങ്ങളുടെ ജീവിതം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അബുദാബിയിലേക്ക് ഓഫീസൊന്നും ഇവിടെ ഒന്നും അറ്റൻഡ് ചെയ്യാതെ അവിടെ പോയി റിലാക്സ് ചെയ്ത് ബന്ധത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ച ആളാണ് ഞാൻ.
അതിന് എൻ്റെതായ കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ പണത്തിൻ്റെ കാര്യങ്ങളും പിന്നെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഞാനത് വിട്ടിട്ട് പോയതെന്ന്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഡോണ്ട് റിഗ്രറ്റ് യുവർ പാസ്റ്റ് ഡൂയിങ്സ് എന്ന് ഞാൻ എല്ലാവരോടും പറയും. അതുകൊണ്ട് ആ റിഗ്രറ്റ് ഞാൻ തന്നെ അങ്ങ് മാറ്റി കളിഞ്ഞ് ഞാൻ സന്തോഷത്തോടു കൂടി എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്ത് ഞാൻ ജീവിക്കുകയാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ സമയത്ത് വന്നിട്ട് ഒരാൾക്ക് നമ്പർ കൊടുത്തു അവർ. അപ്പോൾ കൊടുത്തപ്പോൾ സിംഗിളിൻ്റെ കുഴപ്പമില്ല കേട്ടോ, എന്നോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്, ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, എന്നോട് എപ്പോഴും ചോദിച്ചിട്ടേ കൊടുക്കുള്ളൂ, സിംഗിളിന് അറിയാം, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമെന്ന്. അപ്പോൾ കൊടുത്തു. ഒരാൾ എന്നെ വിളിക്കുകയാണ് പെട്ടെന്ന്, പേരെന്തോ പെട്ടെന്ന് അങ്ങ് ഫോണിലെടുത്തിട്ട് ഞാൻ ഇന്ന ആളാണ്, സിംഗിള് പറഞ്ഞിട്ടെന്ന് പോലും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞോളൂ എന്ന് പറയല്ല. അവർ നെഗറ്റീവ് ഇതിൽ അവരുടെ ലൈഫിന് പറഞ്ഞു. നെഗറ്റീവാണ്, അവരുടെ ലൈഫ് നെഗറ്റീവ് ആയിരുന്നിരിക്കും, അതായിരിക്കും അവരങ്ങനെ പറഞ്ഞു പോയത്. പറഞ്ഞിട്ട് അടുത്തത് പറഞ്ഞത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. ആ വക്കീലിന് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിൽക്കട്ടെ നിങ്ങൾക്കൊരു വക്കീലുണ്ടോ? ഞാൻ വിചാരിച്ചത് ഇവർക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ഒരു വക്കീലിനെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ മോളെ എന്നാണ് സിംഗിൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അവരോട് ചോദിച്ചത്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ ആൾ ആരാണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും അവരോടില്ല. അപ്പോൾ ഞാൻ അത്രയും സമയം എന്തിനെ ഞാൻ ചിലവഴിക്കണം? നിങ്ങൾ പറയൂ. എനിക്കൊരു ഓഫീസുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വക്കീലാണ്, അവരുടെ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സമയം ചിലവഴിക്കണം. അല്ലെങ്കിൽ ഞാനൊരു സോഷ്യലി ഞാനൊരു ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്ന ആളാണെങ്കിലും ഞാൻ കൊടുക്കണം, അല്ലേ? ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഓഫീസും ഒരു സ്ഥലവും ഒരു സ്റ്റാഫും ഒക്കെ ഉണ്ടെങ്കിൽ, എനിക്ക് വേറെ പല രീതിയിലും പണം വരുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് അഡ്വൈസ് കൊടുക്കാം എന്ന് കരുതിയേക്കും. കറക്റ്റ്, ശരിക്കും കേൾക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, നോക്കൂ, എനിക്ക് വേറെ വക്കീലന്മാരുടെ കുറ്റം വേണ്ട എന്ന് പറഞ്ഞു. അത് അവരെ ചൊടിപ്പിച്ചു എന്ന് തോന്നുന്നു. കാരണം ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. ചിലർ നല്ല വക്കീലായിരിക്കും, പക്ഷെ നല്ല മനുഷ്യനായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ 5 പേരിലും ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ പ്രവർത്തനം നടക്കില്ലല്ലോ. സെയിം ആപ്ലിക്കബിൾ ടു ഓൾ പീപ്പിൾ ഓൾസോ. അപ്പോൾ ഇതിൽ വന്നിരുന്ന് ഞാൻ സമയം ഉണ്ടാക്കി ചെയ്യുകയും സമയം ഇല്ലെങ്കിൽ പോലും എൻ്റെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളോട് സംവദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നെ എല്ലാ ദിവസവും കാണുന്നത് കൊണ്ട് എന്നോടൊരു പരിചിത ഭാവം ഉണ്ടാവും, അല്ലേ? ഞാൻ പെട്ടെന്ന് ഒരാൾക്ക് ഫോൺ നമ്പർ കൊടുത്ത് അവരിങ്ങനെ എടുത്തിട്ട് ഞാനത് പല കാര്യങ്ങളിലും നിൽക്കണതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു 10 മിനിറ്റ് സംസാരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ഞാനൊരു ട്രെയിനിൽ കയറാൻ പോവുകയാണോ, അല്ലെങ്കിൽ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയാണെങ്കിൽ ഞാൻ പിന്നീട് വിളിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കില്ല. ഇത്ര ഒരു കാര്യം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പറയുന്നതിന് മുമ്പേ ഞാൻ പറയുകയാണ്, ഇതൊക്കെയാണ് രീതികൾ ആളുകളുടെ. നിങ്ങൾ എന്നെ കുറച്ച് പേര് കേൾക്കുന്നവർ സമാധാനപൂർവ്വം മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ അവരെയൊക്കെ ഒന്നും ഇങ്ങനെ എപ്പോഴും ഒന്ന് മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയരുത്. കാരണം ഞങ്ങളാരെയും ചീത്ത പറയുകയോ അവർ ശരിയല്ല ഇവർ അങ്ങനെയല്ലല്ലോ പറയുന്നത്, ആണോ? ഞാൻ നിയമം പറയാൻ വേണ്ടി മാത്രമാണ് വേറെ ആരുടെയെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഞാൻ എടുക്കുകയുള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ റിയാക്ഷനൊക്കെ പറയുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ആളല്ല. എനിക്ക് എന്നെ കേൾക്കുന്ന സ്ത്രീകളുടെ 5 മിനിറ്റോ 15 മിനിറ്റോ ആണെങ്കിലും അവർക്ക് എന്നിൽ നിന്നും ഇത്തിരിയെങ്കിലും പഠിക്കണം എന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, എന്നോട് ദേഷ്യം പറഞ്ഞ ആൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അവരാണോ വേറെ ആരാണോ എൻ്റെ സ്റ്റൈൽ ഇഷ്ടമില്ലാത്തവർ എന്നെ കേൾക്കരുത് പ്ലീസ്. ഇതിൻ്റെ അടിയിൽ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടരുത്. ആ നെഗറ്റീവ് കമൻറ്റ് എന്നെയും ബാധിക്കും, നിങ്ങളെയും ബാധിക്കും. ഞാനത് മനസ്സിൽ ചോന്നുകൊണ്ട് കിടക്കും. കാര്യം പറയും, ഞാനത് മാച്ചു കളഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും വായിക്കുമ്പോൾ അത് ഞാൻ മനസ്സിൽ ചോന്നുകൊണ്ട് കിടക്കും. എന്തിനാ അത് ഞാൻ ചെയ്യുന്നത്, അല്ലേ? എനിക്കിപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വരുമാനമൊന്നുമില്ല, കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്താ പറയുക, എനിക്ക് പണത്തിന് നല്ല ആവശ്യമുണ്ടല്ലോ. പക്ഷേ കിട്ടണ്ടേ, എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണം പോലെ, അല്ലേ? ഓണം വരുന്നത് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അതും പറഞ്ഞു. എന്തായാലും പറഞ്ഞു എന്നാ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവമുണ്ട് എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തേക്കുന്നതാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. ജ്യോതി CS എന്നെന്തോ കണ്ടത്. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എൻ്റെ സബ്ജക്റ്റ് അറിയാം. അത് അറിയാമെന്ന് പറയുന്നതിൽ എനിക്ക്
വലിയ പ്രശ്നങ്ങളില്ല. കാരണം ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ് എനിക്കറിയാം. ഇപ്പം ടാക്സ് ലോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ടാക്സ് ഞാൻ കൈമലർത്തുകയേ ഉള്ളൂ, എനിക്ക് അറിഞ്ഞൂടാ ടാക്സ്. ക്രിമിനൽ കേസുകൾ നടത്താൻ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ കൈമലർത്തുകയേ ഉള്ളൂ. എനിക്കറിയാവുന്നത് സിവിൽ ലോയും ഫാമിലി ലോയും പിന്നെ ഉള്ളത് കമ്പനീസിനെ പറ്റിയാണ്. അതും CA കമ്പനി ലോ അല്ല ഞാൻ ചെയ്യുന്നത്. കമ്പനികളിലെ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുമ്പോൾ അതിൽ നോക്കിയിട്ട് അതിനകത്ത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത്രയും പോരെ. പിന്നെ എവിടെയൊക്കെ കേസുകൾ നടത്തണമെന്ന് എനിക്കറിയാം. എനിക്ക് നടത്താൻ പറ്റാത്ത കേസാണെങ്കിൽ എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് ലോയേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കൊടുക്കും ഞാൻ. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. പിന്നെ ഇനി നാളെ ചേച്ചി ഓഫീസിൽ ഇടുകയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മക്കളെ, എനിക്ക് അറിഞ്ഞൂടാ. ആ സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നന്നായിട്ട് തന്നെ എല്ലാവരോടും ഡീലും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. നേരിട്ട് വന്നാൽ ആരെയും വിഷമിപ്പിച്ചു വിടില്ല, എന്നെ അറിയുന്നവർക്ക് അറിയാതെ. പിന്നെ പറയാനുള്ള കാര്യം, ഞാൻ നോ എന്ന് പറഞ്ഞാലേ, ഈയിടെ ഞാൻ പരിചയപ്പെട്ട ഒരാൾ വേറൊരു കാര്യത്തിന് വേണ്ടി പരിചയപ്പെട്ടതാട്ടോ. അയാൾ നന്നായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു, അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും സംസാരിക്കുന്നുണ്ട്. എനിക്കൊരു ഫോണാണേ, എടുത്തു കഴിഞ്ഞ് പറയണേ, ചേച്ചി ഓണം വരെ കുറച്ച് പൈസ ആവശ്യമുണ്ട്, തരുമോന്ന്. പൈസയല്ല ചേച്ചി, എനിക്ക് കുറച്ച് സഹായം വേണം എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി സഹായം എന്ന് പറഞ്ഞാൽ പൈസയാണ്. ഞാൻ പറഞ്ഞു തരില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നിക്കാണും നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇരിക്കുന്നതല്ലേ, കൊടുത്തുകൂടെയെന്ന്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കല്ലേ അറിയാൻ പാടുള്ളൂ, അതെല്ലാം നമ്മളിതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പൈസ അങ്ങനെ ആരോടും അങ്ങനെ ആർക്കും തരാറില്ല കേട്ടോ, നിങ്ങളതുകൊണ്ട് ഇത് ചോദിക്കണ്ട, ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പിന്നെയും പറഞ്ഞു, ചെറിയ എമൗണ്ടാണ് ചേച്ചിക്ക് പറ്റുന്നത്, അത്ര വലുതൊന്നുമില്ല, ഏത് എമൗണ്ട് ആണെങ്കിലും പൈസ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബന്ധം ശിഥിലമായി പോകും എന്നാണ് എൻ്റെ ഒരു രീതി. അല്ലാത്തവരും ഉണ്ടാകാം, ഞാൻ പറയുന്ന ബിസിനസ് ചെയ്യുന്നവർക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ, വെറുതെ സാധാരണ രീതിയിലുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു പോളിസിയാണ്, ഞാനത് കൊടുക്കുന്നില്ല എന്നുള്ളത്. അതിലിപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി നിങ്ങളോട് സ്നേഹം നിലനിർത്താൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു 10,000 രൂപ ആരെങ്കിലും ചോദിച്ച് കടം കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ എന്തെങ്കിലും കാര്യം അതുകൊണ്ട് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോടല്ലേ ദേഷ്യം തോന്നുന്നു. എത്ര പ്രാവശ്യം ചോദിച്ചു ഒരു തന്നില്ലല്ലോ എന്ന് തോന്നൂലേ? സ്വാഭാവികമായിട്ടും എനിക്കങ്ങനെ തോന്നുന്ന ആളാണ്. എൻ്റെ സ്വഭാവത്തിൻ്റെ ദൂഷ്യമായിരിക്കാം അത്, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. ഇതിലൊക്കെ തെറ്റ് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു വക്കീലുണ്ടെങ്കിൽ ആ വക്കീലിനെ തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ വക്കീലിനെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന് ഫീസ് കൊടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. എല്ലാവരും കേൾക്കും. എല്ലാവരും ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്. വക്കീലാണെന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട്, അധികം കേസില്ലാത്ത വക്കീലായിരിക്കാം, പക്ഷേ അങ്ങേർക്ക് നിങ്ങളൊരു കേസ് കൊണ്ട് കൊടുത്ത് ചുമ്മാ എന്താ ഇരിക്കുമല്ലായിരുന്നോ ഈച്ചയാട്ടിയിട്ട്. അപ്പം ഞാനൊരു കേസ് തന്നില്ല, അത് പഠിക്കാമല്ലോ. അങ്ങനെ നടക്കുന്ന കാര്യമല്ല അതൊന്നും കേട്ടോ. ഏത് പ്രൊഫഷനാണെങ്കിലും അവരും അതിനകത്ത് ഇരിക്കുന്നത് അവർക്കും സമ്പാദിച്ച് അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണേ. അതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്നതെന്ന് എൻ്റെ മനസ്സിനെ കുത്തി നോവിപ്പിച്ച് നിങ്ങളുടെ കർമ്മം മാറ്റുക, എൻ്റെ കർമ്മം മാറ്റുക എന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. എനിക്ക് നല്ല വിഷമങ്ങളുണ്ട് ഇപ്പോൾ, എനിക്ക് തന്നെ എടുത്താൽ പൊങ്ങാത്ത വിഷമങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഞാൻ ശരിക്കും ആ ഒരൊറ്റ വാക്ക് അന്ന് സിംഗിളോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു, ഇല്ല സിംഗിളെ ഞാനിപ്പോൾ ആർക്കും അങ്ങനെ എൻ്റെ നമ്പർ കൊടുക്കുന്നില്ല, എനിക്കൊരു ഓഫീസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, ഇപ്പം എനിക്ക് പറ്റുന്നില്ല എന്നൊറ്റ വാക്ക് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അവർ കൊടുക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു, അയ്യോ ദൈവം ആരോ അവർ കിടന്ന് വിളിയാണ്, അവർക്ക് എന്തോ ഇതിനാണ് എന്തെങ്കിലും കാര്യമായിരിക്കും എന്ന് വിചാരിച്ച് ഞാനും കൊടുക്കുകയും ചെയ്തു, സിംഗിളും അവർക്ക് കൊടുത്തു. അതുകൊണ്ടല്ലേ ഞാൻ പ്രയാസപ്പെടേണ്ടി വന്നത് അല്ലേ? എന്ത് കാര്യത്തിനാണ് ഞാൻ വെറുതെ എൻ്റെ കർമ്മഫലം മോശമാക്കുന്നത്? അതുകൊണ്ടാണ് പലരും ഇതിൻ്റെ അടിയിൽ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി നമ്പർ തരുമോ. മക്കളെ, ഒരാളിരുന്ന് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ. ഇന്നലെ എന്തോ വേറൊരാളുടെ കാര്യവും കൂടെ ഞാനിങ്ങനെ കേട്ടായിരുന്നു കേട്ടോ. ആരുടെയാണ്? ആ ഇൻഫ്ലുവൻസർ ലേഡി ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസർ അല്ല അതിന് പറയണ കോച്ച്, ആ പുള്ളിക്കാരത്തി ഇങ്ങനെ ഹാൻഡ് ഹോൾഡിങ്ങിന് ഇത്ര ലക്ഷം രൂപ ഏതാണ്ട് വാങ്ങിക്കുന്നുണ്ട് ഇത്ര. എന്നിട്ട് ആരോ ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും കേൾക്കാൻ വേണ്ടി റെഡിയായിട്ട്, അങ്ങനെയൊക്കെ പൈസ മേടിച്ചു കഴിഞ്ഞാൽ എന്തായാലും കേൾക്കണം, അതിന് അവർക്ക് സമയം കൊടുക്കാൻ വേണം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആരോ ഫോൺ എടുത്തിട്ട് അവരുടെ പ്രശ്നം പറയാൻ തുടങ്ങിയപ്പോൾ, അയ്യോ ഇങ്ങനത്തെ പ്രശ്നമൊന്നും എന്നോട് പറയരുത്, എൻ്റെ ഓറ ചീത്തയായി പോകുമെന്ന് പറഞ്ഞത്. ശരിയാണ് കേട്ടോ, അവർ പറയണത്
ശരിയാണ്, പ്രശ്നങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓറ ഇതാകും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നേ. ഞാൻ തന്നെ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. പല കാര്യങ്ങൾ കേട്ടോ, ഫിനാൻസ് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് കാര്യങ്ങൾ കുറേ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ ഇതിലിരുന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞ് കേൾപ്പിച്ച് അവർക്ക് എന്തെങ്കിലും നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരണം അല്ലേ. സോ ദീസ് കൈൻഡ് ഓഫ് ടോപ്പിക്സ് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ, അങ്ങനെ ഒരു പ്രൊഫഷണലിനോട് പറയുകയാണെങ്കിൽ നല്ല പ്രൊഫഷണലിനെ ചൂസ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളെ, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം എന്നെ പോലുള്ളവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ തയ്യാറായിരിക്കില്ല. ഞാൻ വേറെ എന്തെങ്കിലും എൻ്റെ ഭാവി പരിപാടികളോ അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ പ്രോബ്ലംസൊക്കെ ഞാൻ തന്നെ സോൾവ് ചെയ്ത് നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ വീഡിയോസ് ഇടുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ അത് മുഴുവനും കേൾക്കില്ല. അതാണ് അതിൻ്റെ ഒരു, അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷനാക്കി എടുത്ത് ഞാനൊക്കെ ഓഫീസ് തുടങ്ങുകയാണ്, നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണന ഉണ്ടാവും, പ്രത്യേക പരിഗണന ഉണ്ടാവും. കാരണം നിങ്ങൾ എന്നെ കേൾക്കുന്നവരായതുകൊണ്ട് അല്ലേ, അതേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവില്ല എന്നേ. ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്നെന്ന് മനസ്സ് കുത്തി അതിനകത്തുണ്ടാവും. നിങ്ങൾ ഈ കഴിഞ്ഞ വീഡിയോ, എൻ്റെ ഏത് വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത് ഇന്നലെ, എനിക്ക് തോന്നുന്നു ആ ബീവിക്ക് നിയമം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്താന്ന് തോന്നുന്നു ഇവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവർ തന്നെയാണോ ഇവരെന്ന് എനിക്കറിയില്ല. ഒരു ജ്യോതി CS എന്നുള്ള പേരിൽ അവരിങ്ങനെ ഇട്ടിട്ടുണ്ട്. അവരിങ്ങനെ ഇംഗ്ലീഷ് മലയാളത്തിലാക്കിയാണ്, അല്ല മലയാളം ഇംഗ്ലീഷ് ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് മെസ്സേജ് ആണോ നെഗറ്റീവ് മെസ്സേജ് ആണോ എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ വായിച്ചപ്പം എനിക്ക് പെട്ടെന്ന് ഇതായിട്ടാണ് കണക്ട് തോന്നിയത്, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. അതല്ല ഉദ്ദേശിച്ചതെങ്കിൽ ക്ഷമിക്കുക. കറക്റ്റായിട്ട് മലയാള ലിപികളിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടും. നിങ്ങളതൊന്നും അല്ല ഉദ്ദേശിച്ചതെങ്കിൽ. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംവദിക്കുമ്പോഴുണ്ടല്ലോ, ഓപ്പണായിട്ട് സംവദിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിപ്പോയി. എൻ്റെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന കുറച്ച് എൻ്റെ വളരെ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്നെ കേൾക്കുകയുള്ളൂ അല്ലേ. അല്ലാതെ ഉള്ളവർക്ക് എന്നോട് താല്പര്യമോ ഇഷ്ടമോ തോന്നേണ്ട ഒരു ടൈപ്പ് ആളല്ല ഞാൻ. അതെന്താണെന്ന് ചോദിച്ചാൽ മൈ പേഴ്സണാലിറ്റി അല്ലേ. പല ആൾക്കാർക്കും പല പേഴ്സണാലിറ്റി ആയിരിക്കും. എൻ്റെ ഈ ടൈപ്പ് പേഴ്സണാലിറ്റിയാണ്. അത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ 50-53 വയസ്സായപ്പോൾ മാറ്റേണ്ട കാര്യമില്ലല്ലോ. ബിക്കോസ് ഇതുവരെ എനിക്കതുകൊണ്ട് എനിക്കൊരു ദോഷം ഉണ്ടായിട്ടില്ല, ഗുണമല്ലാതെ. ബിക്കോസ് ഓഫ് മൈ പേഴ്സണാലിറ്റി. ആദ്യം ഞാൻ കുറച്ച് ഈ പേഴ്സണാലിറ്റി മറച്ച് വെച്ചിട്ട് എനിക്ക് ബിഹേവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് എന്നെ ആരും ഹേർട്ട് ചെയ്താലും ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ സബ്സർവിയൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് എൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ. ദാറ്റ് വാസ് വെരി റോങ്. പിന്നെ അതിനു മുമ്പ് എൻ്റെ അച്ഛനോടൊപ്പം നിന്ന സമയത്ത് ഞാൻ എല്ലാത്തിനും മറുപടി കൊടുത്ത് അച്ഛൻ പറയുന്ന പോലെയായിരുന്നു എൻ്റെ മറുപടികൾ. അതും റോങ്. കാരണം അച്ഛൻ പ്രായമുള്ള ആൾ, വലിയൊരു ഉദ്യോഗസ്ഥൻ, അച്ഛൻ അങ്ങനെയൊക്കെ പറയാം. ഞാൻ അച്ഛൻ പറയണ കേട്ട് ഞാൻ അതുപോലെ തന്നെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത്. അപ്പോൾ ആളുകൾ നമ്മളെ അഹങ്കാരി എന്ന് വിളിക്കും. അങ്ങനെ കുറേ നാളുകൾ കൊണ്ട് ഇതാണ് പ്രോസസ്സ് കേട്ടോ. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഐ മീൻ നൈസ് ഹ്യൂമൻ ബീങ് എന്ന് എനിക്കറിയാം. അത് മതിയില്ലേ, നമുക്കറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. മഴയാണ്, AC കിടന്ന് ഓടുന്നുണ്ട്, തണുപ്പ് വരുന്നില്ലേ. ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചതാണ് എൻ്റെ ബ്രദർ. ഞങ്ങൾ ഗുരുവായൂർ പോയി നിന്നിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ച് AC ഒക്കെ നന്നാക്കി എല്ലാം ചെയ്തതാണ്. പക്ഷെ അത് വർക്കാവണില്ല. ഭയങ്കര ഹ്യൂജ് പ്രോപ്പർട്ടിയും ഹ്യൂജ് ഇതുമാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അവർക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ല പൈസ ചിലവുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അവരൊക്കെ അവിടെ കിടന്ന് പണിയെടുത്ത്, ചെന്നൈയിലാണേ പുള്ളിക്ക് ബിസിനസ്സൊക്കെ, അതൊക്കെ ചെയ്ത് ഇവിടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ എല്ലാം എൻ്റെ ബ്രദർ തന്നെയാണ് കേട്ടോ ചെയ്യുക. ഞാനതിനകത്ത് വരുന്നതേ ഉള്ളൂ. അമ്മയുടെ സൗണ്ട്, അമ്മ ആരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയട്ടെ. ഇതാണ് എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ റീഡേഴ്സ് ഡൈജസ്റ്റൊക്കെ കണ്ടോ? ഇതൊക്കെ വായിച്ചിട്ട് ഞാനൊരു ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ആരോ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാൽ നിർത്തട്ടെ. കേൾക്കൂ കേട്ടോ. താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ. എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനെല്ലാം നന്ദി. സ്നേഹം കാണിക്കുന്നവരോട് നന്ദി. നിങ്ങളോടും സ്നേഹം മാത്രം കേട്ടോ.